നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ജോബിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ, തീറ്റ മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? ഇന്ന് നാം നിലവിളിച്ച് കരയുന്നുണ്ടെങ്കിൽ ഇന്ന് നാം കരയുന്നത് ഒരു ദൈവവചനപ്രകാരമുള്ള പരിജ്ഞാനം കിട്ടിയത് കൊണ്ടാണ്. എന്നാൽ ജഡപ്രകാരം ജീവിക്കുന്നൊരു മനുഷ്യന് അവൻ അത്യാവശ്യത്തിന് ബിഷപ്പിന് ഭക്ഷണവും ജോലിക്ക് ജോലിയും വീടിന് വീടും കാറിന് കാറും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയും ആത്മീയ കാര്യങ്ങൾക്ക് ഒരു വിരസത തോന്നാൻ തുടങ്ങും. എന്നാൽ ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഇവിടെ വലിയവർ തുടങ്ങി ചെറിയവർ വരെ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുകയാണ്. ജോലിയുടെ കുറവോ പണത്തിൻ്റെ കുറവോ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചിന്തിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് നല്ല സ്ഥിതിയുള്ളവരും നല്ല ആരോഗ്യമുള്ളവരും നല്ല കഴിവുള്ളവരും നല്ല ബുദ്ധിയുള്ളവരും നല്ല പഠിപ്പുള്ളവരും നല്ല ജോലിയുള്ളവരും നല്ല സ്ഥിതിയുള്ളവരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ, തീറ്റ മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? ഇതാ ഇന്ന് നമ്മളിവിടെ ഇരുന്ന് നിലവിളിക്കുകയാണ്, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്, ദൈവമേ എന്ന് പറഞ്ഞ് കരയുകയാണ്, യേശുവേ എന്ന് പറഞ്ഞ് ചങ്കുപൊട്ടി വിളിക്കുകയാണ്. ആ വിളിയുടെ പിന്നീട് കിടക്കാൻ ചേതോവികാരം എന്ന് പറഞ്ഞത് ആത്മാവിൻ്റെ ഒരു നെടുവീർപ്പാണ്. ഒരു ആത്മീയ പരിജ്ഞാനം കിട്ടിക്കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദാഹം ഉണ്ടാകുക. ഹല്ലേലൂയ. ഒരു ജഡിക മനുഷ്യനാണെങ്കിൽ അവൻ്റെ ജഡത്തിൻ്റെ കാര്യങ്ങൾ തൃപ്തിപ്പെട്ടാൽ പിന്നെ വേറെ ഒരു കാര്യത്തിന് വേണ്ടി ദാഹം ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിന് അവസാനവും 4-ാമത്തെ വാക്യവും. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതായ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും നിഷേധിക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെ തൊട്ടു മുമ്പ് ലോകത്തിൽ ഒരു പ്രതിഭാസം ഉണ്ടാകും. ആ പ്രതിഭാസത്തെക്കുറിച്ചാണ് 2 തെസ്സലോനി 2-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പഠിപ്പിക്കുന്നത്. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ആ അരാജകത്വത്തിൻ്റെ മനുഷ്യനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അത് നാശത്തിൻ്റെ സന്തതി, നാശത്തിൻ്റെ സന്തതി, അരാജകത്വത്തിൻ്റെ മനുഷ്യൻ അവൻ പ്രത്യക്ഷപ്പെടും. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്ന ആ ഒരു അന്നത്തെ രീതി എന്തായിരിക്കും? ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ആ അരൂപി, ആ ഒരു ദുഷ്ടപിശാച് ലോകത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതൊരു അരൂപിയുടെ പ്രവർത്തനമാണ്. ആ അരൂപി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിമാസത്തിൻ്റെ പേരാണ് വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം. ഹല്ലേലൂയ. അതാണ് പറയണത്. ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാകും. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നു, ആ വിശ്വാസം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കും. എന്നും പള്ളിക്ക് പോയിക്കൊണ്ടിരുന്ന ചേട്ടനാണ്, പള്ളി പോകാതെയാവും. ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ചേട്ടനാണ്, കുമ്പസാരം ഉപേക്ഷിക്കും. തിരുസഭയിൽ പോയിക്കൊണ്ടിരുന്ന ചേട്ടനാണ്, തിരുസഭയിൽ പോകാതെയാവും. സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്ന കുടുംബമാണ്, സന്ധ്യാപ്രാർത്ഥന കുറച്ച് കൊണ്ടുവരും, പിന്നെ സന്ധ്യാപ്രാർത്ഥന ഇല്ലാതാവും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ കാർന്നോമാരുടെ കാലത്ത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രഭാത പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, പിന്നെ വേറെയും പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളുടെ കാലം വന്നപ്പോൾ എന്തായ സ്ഥിതി? നിങ്ങളുടെ മക്കളുടെ കാലം വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ വിശ്വാസത്യാഗത്തിൻ്റെ അരൂപി കുടുംബത്തിൽ കയറി. ഇതാ നമ്മുടെ കൊട്ടാരത്തിൻ്റെ കിളിവാതിലുള്ള മരണം കൊട്ടാരങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു.
നമ്മുടെ കാരണന്മാരുടെ കാലത്ത് അവർ വെളുപ്പിന് എഴുന്നേറ്റ് ആ ടർക്കിയൊക്കെ തലയിലിട്ട്, ആ മഞ്ഞുണ്ടെങ്കിലും ശരി, ഇച്ചിരി തണുപ്പുണ്ടെങ്കിലും ശരി, ആ മഞ്ഞത്ത് ആ തണുപ്പത്തെ ടർക്കിയൊക്കെ ഇട്ട് നേരത്തെ വെളുപ്പിന് എഴുന്നേറ്റ് പള്ളി പോയിരുന്നു. ഇന്നും കാരണന്മാർ പലരും ചെയ്യുന്നുണ്ട്. നമ്മുടെ കാലവും നമ്മുടെ മക്കളുടെ കാലവും വന്നപ്പോൾ എന്തായി സ്ഥിതി? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം ഉപേക്ഷിക്കുന്ന, വിശ്വാസത്തിൻ്റെ ജീവിത രീതിയിൽ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്ന ഒരു അരൂപി എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ഇടവകകളെയും സന്യാസ ഭവനങ്ങളെയും സ്ഥാപനങ്ങളെയും ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ആത്മാവിൻ്റെ പേരാണ് വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആത്മാവാണോ വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവാണോ എന്ന് വിശദമായി പരിശോധിച്ച് മനസ്സിലാക്കണം. സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ് എന്നൊരു സാത്താനുണ്ട്. ആ സാത്താനെ കുറിച്ച് ഈശോ ലൂക്കായുടെ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 31-32 തിരുലിഖിതങ്ങൾ ഈശോ തൻ്റെ സ്ലീഹന്മാരെ അടുത്ത് വിളിച്ചിട്ട് അതിൽ പത്രോസ് സ്ലീഹായോട് ഈശോ പറയാണ്, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ ഗോതമ്പ് പോലെ നിങ്ങളെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. ഈശോയുടെ കൂടെ നടന്നിരുന്നവരാണ് 12 പേര്. അതിൽ പ്രധാനിയായ ഒരാളായിരുന്നു ശിമയോൻ. ആ ശിമയോൻ യേശു എന്താ പറയണത്? സാത്താൻ നിന്നെ എന്നല്ല പറഞ്ഞത്, ഈ 12 പേരെ. ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അപ്പോൾ ഈശോ എന്താ ചെയ്തത്? ഈശോ ചെയ്തത്, ദൈവമേ പിതാവേ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഈശോ. അപ്പോൾ സാത്താൻ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല എന്താ? നമ്മുടെ കൃഷി, നമ്മുടെ പശു, നമ്മുടെ നെല്ലും വാഴയും, അതൊക്കെ സാത്താൻ ചെറിയ കാര്യമാണ്. സാത്താൻ ആദ്യമേ ആക്രമിക്കുന്നത് വിശ്വാസത്തിൻ്റെ മേഖലയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം നശിപ്പിക്കുക, വിശ്വാസത്തെ മുരടിപ്പിക്കുക, വിശ്വാസത്തെ മന്ദിപ്പിക്കുക, വിശ്വാസത്തെ ജ്വാല കെടുത്തി കളയുക. അതിനുവേണ്ടി സാത്താൻ അവൻ്റെ കുതന്ത്രങ്ങൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും ഇടവക സമൂഹത്തിൻ്റെ ജീവിതത്തിലും കോൺഗ്രിഗേഷനിലും സന്യാസ ഭവനങ്ങളിലും അവൻ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിശ്വാസം ക്ഷയിപ്പിക്കുന്ന സാത്താൻ നമ്മളെ പാറ്റാൻ ഉദ്യമിച്ചാൽ 3-4 ലക്ഷണങ്ങളുണ്ടാവും. 2 ലക്ഷണം മാത്രം ഇപ്പം നോക്കാം. അതിലൊന്നാമത്തെ ലക്ഷണമാണ് ഈ വിശ്വാസത്യാഗത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ദ സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ആ കാലഘട്ടത്തിൽ, ആ ദേശത്ത്, ആ ഇടവകയിൽ, ആ രൂപതയിൽ, ആ വീട്ടിൽ, ആ വ്യക്തിയിൽ പൗരോഹിത്യത്തിൽ നിന്ന് ഒരു അകൽച്ച സംഭവിക്കാൻ തുടങ്ങും. ഈ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ പ്രത്യാഘാതമാണ് ജനത്തെയും പൗരോഹിത്യത്തെയും തമ്മിൽ വേർപെടുത്തും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് കണ്ട ധ്യാനങ്ങൾ കൂടി, ഈ കണ്ട പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ജനം പൗരോഹിത്യത്തെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അകന്നുകൊണ്ടിരിക്കുകയാണ്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഹല്ലേലൂയ. പൗരോഹിത്യത്തിൽ നിന്നും ജനത്തെ അകറ്റിക്കളയുക എന്നുള്ളത് ഈ സാത്താൻ, വിശ്വാസം ക്ഷയിപ്പിക്കുന്ന സാത്താൻ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ പ്രത്യാഘാതമാണ്. ഞാനിത് മനസ്സിലാക്കിയത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില അവസ്ഥകൾ കണ്ടപ്പോഴാണ്. ഒരു ദിവസം ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞ ദേശത്ത് കുർബാനയ്ക്ക് മുമ്പ്, ഞായറാഴ്ച കുർബാനയ്ക്ക്, ശനി ഞായറും കുർബാനയുണ്ട്, അതിനു മുമ്പ് ഞാൻ അവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ ചെന്നു. അപ്പോൾ കൂടി വന്ന ഒരു 5-6 പേരുണ്ട്. അവരിങ്ങനെ വയസ്സന്മാരും ഇങ്ങനെ പ്രായമുള്ളവർ കുറച്ച് പേര്. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ കണ്ട ഈ വലിയ പള്ളിയും ഇതൊക്കെ സംവിധാനമൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഇത്രയും പേരേ ഉള്ളോ? അപ്പം അച്ഛൻ പറഞ്ഞ് 10,000 പേരുള്ളൊരു പ്രദേശമാണെന്ന് പറഞ്ഞത്. എന്നിട്ട് 5-10 പേരേ ഉള്ളൂ പള്ളിയിൽ. ഞാൻ നിങ്ങളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ച്. അവിടെയാണ് അച്ഛൻ പറയണത്, അച്ഛൻ ആളുകളെ കാണാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആ റോഡിലേക്ക് ഇറങ്ങി ഇച്ചിരി അങ്ങ് മാറി, ഇച്ചിരി 10 അടി അങ്ങ് മാറി നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 10 അടി മാറി നോക്കുമ്പോൾ എന്താണെന്നറിയോ, അവിടെ ഒരു പബ്ബ് എന്ന് എഴുതി വെച്ചൊരു സ്ഥലമാണ്. പബ്ബ് എന്ന് പറഞ്ഞാൽ ചാരായക്കട. ഒരു ചാരായക്കടയുടെ ഒരു ദൃശ്യമാണ് കാണുന്നത്. ഞാൻ നോക്കുമ്പം നമ്മുടെ കേരളത്തിൽ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ചേട്ടന്മാരും ചേട്ടത്തിമാരും കുട്ടികളെല്ലാം കൂടി ഉടുത്തൊരുങ്ങി പള്ളിയിലേക്ക് കൂട്ടമായി വരുന്നത് പോലെ ഇതാ കൂട്ടമായി ജനങ്ങൾ ഈ പബ്ബിലേക്ക് വരികയാണ്, ചാരായക്കടയിലേക്ക് വരികയാണ്. കുടിക്കുക, ആറാടുക, അർമാദിച്ച് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജോലി ചെയ്യുക, വീക്കെൻഡ് മുഴുവൻ മൂക്കറ്റം കുടിക്കുക, അർമാദിക്കുക. അങ്ങനെ ജഡത്തിൻ്റെ വെറിക്കൂത്തുകളിൽ പൂണ്ട് കിടക്കുക. പള്ളിയിൽ 5-6 പേര്, 8-10 പേര്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കൂദാശകളിൽ നിന്നും പ്രാർത്ഥനകളിൽ നിന്നും എല്ലാം ദൈവജനത്തിൻ്റെ മനസ്സ് സാത്താൻ വേർപെടുത്തുകയാണ്. പൗരോഹിത്യത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂദാശകളിൽ നിന്ന് ജനം അകന്നു പോകും.
പൗരോഹിത്യത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദേവാലയത്തിൽ നിന്ന് ഞാൻ അകന്നു പോകും. പൗരോഹിത്യത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദേവാലയ കർമ്മങ്ങളിൽ നിന്ന് ജനം അകന്നു പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു പള്ളിയുടെ പേര്, ആ പള്ളിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയാണ്, ആ പള്ളിയുടെ പേരാണ് സെൻറ്റ് മാർക്സ് മോസ്ക്, വിശുദ്ധ മാർക്കോസിൻ്റെ മോസ്ക്. ഞാൻ പറഞ്ഞു മോസ്ക് നമ്മുടെ അല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അച്ഛാ ഇത് പള്ളിയായിരുന്നു. എന്നാൽ ആ പള്ളി ലേലത്തിനിട്ടപ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അത് പിടിച്ച് അത് മോസ്കാക്കി. ഹല്ലേലൂയ. അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ നിങ്ങൾക്കത് പിടിച്ചുവിടായിരുന്നു, മലയാളികളായ ക്രിസ്ത്യാനികൾക്ക് പൈസയുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, പിടിച്ചുവിടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അച്ഛാ അങ്ങനെ പിടിക്കാൻ തുടങ്ങി എത്ര എണ്ണം പിടിക്കുമെന്ന് ചോദിച്ചു. നോക്കുമ്പോൾ അന്ന് തന്നെ വെബ്സൈറ്റ് തുറന്ന് നോക്കുമ്പോൾ 200 പള്ളികൾ ലേലത്തിനിട്ടിരിക്കുക. 200 പള്ളികൾ ലേലത്തിനിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്തിൻ്റെ സുഖമാണത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാലത്ത് ഇവിടെയൊക്കെ തിങ്ങി നിറഞ്ഞ് വിശ്വാസികളുണ്ടായിരുന്ന പള്ളിയാണത്. ആ പള്ളിയാണ് ഇപ്പോൾ കാലിയായിട്ട് ആരുമില്ലാതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് റൺ ചെയ്യാൻ നിവൃത്തിയില്ലാതെ അതിപ്പോൾ ലേലത്തിനിട്ടു. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ പിടിക്കും. ചിലർ ബാറുകാർ പിടിക്കും, ചിലർ ടെസ്കോക്കാർ പിടിക്കും, ചിലർ സൂപ്പർ മാർക്കറ്റുകാർ പിടിക്കും. ഓരോരുത്തരും ഇഷ്ടമുള്ളവർ പിടിച്ചിട്ട് പോവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് ഒരു പത്രത്തിൽ, UK പത്രത്തിൽ വാർത്ത വന്നാണ്, എൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന് ഒരു ഹെഡിങ് പത്രത്തിൽ. എന്നിട്ട് ഒരു പള്ളിയുടെ ചിത്രം, നല്ല മനോഹരമായൊരു പള്ളി, അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന അടിക്കുറിപ്പാണ് എൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. പത്രക്കാർ കുറിപ്പ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പള്ളിയുടെ ചിത്രം കൊടുത്തിരിക്കുകയാണ്. ആ പള്ളി ചെയ്തിരിക്കുന്നത് വെച്ചാൽ പള്ളി ടെസ്കോക്കാർ വാങ്ങി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകാർ വാങ്ങിയിട്ട് അത് അതേപോലെ നിലനിർത്തിയത്, പള്ളിയുടെ സ്ട്രക്ചറും എല്ലാ സംവിധാനം അതേപോലെ നിർത്തിയിട്ട് അതിനുള്ളിൽ കച്ചവട സാധനങ്ങൾ വെച്ച് കച്ചവടം ചെയ്യുകയാണ്. അപ്പോഴാണ് പത്രക്കാരത് ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന വചനം കോട്ട് ചെയ്ത് എഴുതി വിട്ടത്. ഹല്ലേലൂയ. അപ്പം ഞാൻ ചോദിച്ചു, സ്നേഹിതന്മാരെ, ചേട്ടന്മാരെ, ചേട്ടത്തിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വേദന തോന്നണല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ചേട്ടന്മാർ പറയുന്നത്, അച്ഛാ വേദനയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വിശ്വാസികളുടെ എണ്ണം തീരെ കുറഞ്ഞു വരികയാണ്. വിശ്വാസികളുടെ എണ്ണം തീരെ കുറഞ്ഞു വരികയാണ്. പള്ളികളെല്ലാം ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അങ്ങനെ വന്നപ്പോൾ പാലക്കാട് രൂപതയിൽ നിന്ന് ഫ്രാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോയൊരു അച്ഛനെ കണ്ടു. ഞാൻ ചോദിച്ചു, അച്ഛാ എൻ്റെ സഹോദരനായ അച്ഛാ നമ്മുടെ സഹോദരന്മാരുടെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന നല്ല അച്ഛനാണ്. അച്ഛൻ ഫ്രാൻസിൽ പോയി ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് വരണത്. അച്ഛൻ പറഞ്ഞു ഞാൻ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് കൂടുതൽ ഉപവാസവും പ്രാർത്ഥനയും പരിശുദ്ധ കുർബാന എഴുന്നേറ്റ് ആരാധനയൊക്കെ നടത്തി. അതിൻ്റെ പരിണതഫലമായി ഒരു ഗ്രാൻഡ് ഹാർവസ്റ്റ്, ഒരു വലിയ കൊയ്ത്ത് കർത്താവ് തന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഏതാണ്ട് ഈ 1 വർഷം മുഴുവനും ഉപവാസം എടുത്ത് കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം ഈ 1 വർഷം കൊണ്ട് 3 ഫ്രഞ്ചുകാരെ കുമ്പസാരിപ്പിക്കാൻ സാധിച്ചെന്ന് പറഞ്ഞു. അച്ഛൻ പറയണത് ഗ്രാൻഡ് സക്സസ് എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് കുമ്പസാരിക്കാൻ തോന്നണില്ല. നമ്മുടെ ആളുകൾ, തങ്കപ്പെട്ട ആളുകൾ, കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ ഇപ്പോഴും ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അനേക രാജ്യങ്ങളിൽ, അനേക ദേശങ്ങളിൽ, അനേകം പ്രദേശങ്ങളിൽ ഇന്ന് ഒരു പ്രത്യേക തരത്തിൽ അന്ധകാരം പിടികൂടിയിരിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് ദൈവത്തിലുള്ള വിശ്വാസം നിഷ്ക്രമിച്ചു പോയി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സോജി ഓലിക്കലച്ചൻ UK-യിലുണ്ട്. ആ UK-യിലുള്ള സോജി ഓലിക്കലച്ചൻ ഒരു ദിവസം പറഞ്ഞ്, അച്ഛാ 100-ൽ 95% കുട്ടികൾക്കും യേശു ആരെന്ന് അറിയാൻ പാടില്ലാത്ത നിരീശ്വരന്മാർ, അത്തൈസ്റ്റായിട്ടാണ് അവിടെയുള്ള കുട്ടികൾ വളരണത്. യേശുവിനെ അറിയാൻ പാടില്ല, മാതാവിനെ അറിയാൻ പാടില്ല, സ്വർഗ്ഗം അറിയാൻ പാടില്ല, നരകം എന്താണെന്ന് അറിയാൻ പാടില്ല, പരിശുദ്ധാത്മാവെന്ന് അറിയാൻ പാടില്ല, ത്രിത്വം എന്താണെന്ന് അറിയാൻ പാടില്ല, പിതാവ് എന്താണെന്ന് അറിയാൻ പാടില്ല, ബൈബിൾ എന്താണെന്ന് അറിയാൻ പാടില്ല, വചനം എന്താണെന്ന് അറിയാൻ പാടില്ല, സഭ എന്താണെന്ന് അറിയാൻ പാടില്ല, വൈദികരോ പൗരോഹിത്യമോ ശുശ്രൂഷകളോ വിശുദ്ധരോ ഒന്നും എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത അത്തൈസ്റ്റുകളായിട്ട്, നിരീശ്വരന്മാരായിട്ടാണ് ഏതാണ്ട് സിംഹഭാഗം കുട്ടികൾ. ആ കുട്ടികളുടെ ഇടയിലാണ് നമ്മുടെ മലയാളികൾ പോകേണ്ടത്. ജീസസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനം നമ്മുടെ ഇവിടുത്തെ കുറച്ച് കാര്യമല്ല ചിന്തിക്കുന്നത്, നമ്മുടെ ലോകം മുഴുവനുള്ള അന്തരീക്ഷം ചിന്തിക്കുകയാണ്. ജനം ഇന്ന് പൗരോഹിത്യത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ വാക്കി പറഞ്ഞാൽ ഈ പിശാച് പ്രവർത്തിച്ച്, വിശ്വാസത്യാഗത്തിൻ്റെ അരൂപി പ്രവർത്തിച്ച് ജനത്തെയും പൗരോഹിത്യത്തെ തമ്മിൽ വേർപ്പെടുത്തുകയാണ്. അതിന് പറ്റിയ സംഭവങ്ങളും അതിന് പറ്റിയ മാധ്യമങ്ങളും അതിന് പറ്റിയ സംഗതികളും ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്തുണ്ടാവും. ഏതായാലും ലോകവ്യാപകമായി ഈ ഒരു അരൂപിയുടെ പ്രവർത്തനമുണ്ട്.
സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് ഈ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ പൗരോഹിത്യത്തോടും തിരുസഭയോടും ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. അരുൺ ഷൂറിയെ പോലെ ചില എഴുത്തുകാർ നോർത്ത് ഇന്ത്യയിൽ എഴുതി നോർത്ത് ഇന്ത്യയിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് തിരുസഭയോടും വൈദികരോടും വെറുപ്പ് തോന്നിയ അന്തരീക്ഷം ഉണ്ടായത് നിങ്ങൾ ഓർമ്മയില്ലേ? ഇവിടെയും ചില മാധ്യമങ്ങൾ പ്രവർത്തിച്ച് അങ്ങനെ ഉണ്ടായത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ വിഷയമല്ല ഇത്. ലോകവ്യാപകമായി എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും എല്ലാ പഞ്ചായത്തിലും ഇതുണ്ട്. അമേരിക്കയിലുണ്ട്, അട്ടപ്പാടിയിലുണ്ട്. രാജ്യമോ സംസ്ഥാനമോ ഭാഷയോ വ്യത്യാസമില്ലാതെ സകലയിടങ്ങളിലും ഈ അരൂപി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ അരൂപി പ്രവർത്തിക്കുന്ന സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് പൗരോഹിത്യത്തിൽ നിന്നും തിരുസഭയിൽ നിന്നും ജനത്തെ അകറ്റിക്കളയും. എന്താ പൗരോഹിത്യത്തിൽ നിന്നും തിരുസഭയിൽ നിന്നും ജനത്തെ അകറ്റിക്കളയാൻ കാരണം എന്താ? ഈ ഭൂമിയിൽ ഒരു വ്യക്തി പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ സ്വീകരിച്ചാൽ ആ വ്യക്തിയെ ഒരു കാലത്തും വിശ്വാസത്തിന് ഇളക്കാൻ പറ്റുകയില്ലെന്ന് സാത്താന് നന്നായിട്ട് അറിയാം. പൗരോഹിത്യം ശരിയായി ജീവിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ, ജനം പൗരോഹിത്യത്തെ മനസ്സിലാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവിടെ സാത്താൻ്റെ തല തകരുമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സാത്താൻ വളരെ കൗശലപൂർവ്വം ഒരു ദേശത്തെ സഭയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു ദേശത്തെ തലമുറയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം അവൻ ജനത്തെ പൗരോഹിത്യത്തിൽ നിന്ന് വേർപെടുത്തും. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ലക്ഷണം, ഈ അരൂപി പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ ലക്ഷണമാണ് അവിടെ ദൈവവിളി ദുർബലപ്പെടുത്തും. എന്താണ്? ദൈവവിളിയെ ദുർബലപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളിൽ ഞാൻ നിങ്ങൾ വായിക്കുന്ന ഓരോ വാർത്തകൾ വായിച്ചു നോക്കുക. ആ വാർത്തകളുടെയും ആ മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം പരിണതഫലമായി സംഭവിക്കുന്നൊരു യാഥാർത്ഥ്യം എന്താണ്? ഇന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ വാർത്തകൾ അത് ഓരോരുത്തരും ഓരോന്ന് എഴുതി വിടുന്നതായിരിക്കും. വൈദിക ജീവിതം ഉപേക്ഷിച്ച് പോയ ചില ആളുകൾ ചില പുസ്തകം എഴുതുന്നു. ചില സിസ്റ്റർമാർ കോൺവെൻറ്റ് വിട്ടുപോകുമ്പോൾ പത്രസമ്മേളനം വിളിച്ച് കോൺവെൻറ്റ് വിട്ടുപോകുന്നു. എന്നിട്ട് അവർ ഓരോ പുസ്തകങ്ങൾ എഴുതുന്നു. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ചില അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ പർവ്വതീകരിച്ച് മാധ്യമങ്ങൾ അത് ചിത്രീകരിച്ച് കാണിക്കുന്നു. ചില ചാനലുകൾ കുംഭസാരം പോലെയുള്ള ചില സീരിയലുകൾ ഇറക്കിയിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളെ പർവ്വതീകരിച്ച് സമൂഹത്തിലേക്ക് വിഷം വിതയ്ക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരോ പരമ്പരകൾ ഇറക്കിയിട്ട് ഈ തിന്മയും ഈ അശുദ്ധിയെല്ലാം പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ നെറ്റ് റിസൾട്ട് ഇതാണ്: ദൈവവിളിയെ ദുർബലപ്പെടുത്തുക. ദൈവവിളിയെ ദുർബലപ്പെടുത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അമേരിക്കയിലും അതുപോലെ യൂറോപ്പിൽ ചെന്നപ്പോൾ അവിടെ അന്വേഷിച്ചു ഈ അബ്യൂസ് കേസുകൾ ഇതെന്താ ഇങ്ങനെ വരണത്. അപ്പോൾ അവർ മനസ്സിലാക്കണതാണ് ഇവിടെ എല്ലാ ജാതികളിലും എല്ലാ ജനതകളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് മിസ്റ്റേക്കുകളുണ്ട്. അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ചിലത് വൈദികരുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ വൈദികരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യത്തെ അങ്ങോട്ട് പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പർവ്വതീകരിച്ച് കാണിച്ചിട്ട് വൈദികരെ മുഴുവൻ വളരെ മോശക്കാരായി താറടിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം പത്രക്കാർക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലെങ്കിലും മീഡിയക്കാർക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലെങ്കിലും സാത്താന് വളരെ ഡെഫിനറ്റായ ഒരു ഉദ്ദേശമുണ്ട്: ദൈവവിളിയെ ദുർബലപ്പെടുത്തണം. സമർപ്പിത ജീവിതത്തിലേക്ക് ആരും പോകരുത്. അതുപോലെ ദൈവവിളിയെ ദുർബലപ്പെടുത്തണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ദൈവവിളിയെ സാത്താൻ എത്രമാത്രം ഭയപ്പെടുന്നത്? സാത്താൻ ലോകത്തിൽ വളരെ ഭയപ്പെടുന്ന സംഗതിയാണ് പൗരോഹിത്യം. അതുപോലെ തന്നെ സാത്താൻ വളരെ ഭയപ്പെടുന്ന ഒന്നാണ് സമർപ്പിത ജീവിതം നയിക്കുന്നവർ, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. എന്തുകൊണ്ടാണ് ദൈവജനത്തിൽ കുറേ പേര് സമർപ്പിതരായി വരുന്നതിനെ കുറിച്ച് സാത്താൻ ഇത്രമാത്രം ഭയപ്പെടുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ സമർപ്പണത്തിലേക്ക് തങ്ങളുടെ ജീവിതം അർപ്പിച്ച സമർപ്പിതരായ സിസ്റ്റർമാരും സമർപ്പിതരായ അൽമായരും സമർപ്പിതരായ ശുശ്രൂഷകരും തിരുസഭയിൽ ഉള്ളിടത്തോളം കാലം സാത്താൻ്റെ കുതന്ത്രങ്ങൾ ജയിക്കുകയില്ല. അതുകൊണ്ട് തിരുസഭയെ നശിപ്പിക്കണമെങ്കിൽ സാത്താന് നന്നായിട്ട് അറിയാം തിരുസഭയുടെ ശക്തി കേന്ദ്രങ്ങളായ സമർപ്പിതരെ നശിപ്പിക്കണമെന്ന്. ഇതെനിക്ക് മനസ്സിലായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. കാനഡയിൽ ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നിരിക്കുകയാണ്. കാനഡയിൽ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്ന ഒരു 10-24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മൂക്കിലെല്ലാം വലിയ വള തൂക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ കയ്യിൽ വള കണ്ടിട്ടുണ്ട്, അത് പുരുഷന്മാരിടല്ല, സ്ത്രീകൾ. ഇത് പുരുഷൻ മൂക്കിൽ വള തൂക്കിയിട്ടിരിക്കുകയാണ്. കഴുത്തിൽ ചെവിയിൽ വലിയൊരു റിങ്, വളയല്ല ഒരു സാധനം തൂക്കിയിട്ടിരിക്കുകയാണ്, ഷേപ്പ്ലെസ് ആയ സാധനം. അത് കഴിഞ്ഞ് ശരീരത്തിലേക്ക് നോക്കിയപ്പം ബനീനില്ല. ബനീനാണ് ഞാൻ വിചാരിച്ചത്, ബനീനല്ല, ശരീരം മൊത്തം കുത്തി വരച്ച് വെച്ചിരിക്കുകയാണ്.
നമ്മുടെ രാജാ രവിവർമ്മയുടെ വീട്ടിൽ ചെന്നാൽ ചുമരിലേക്ക് നോക്കി എന്താണ് അതുപോലെയാണ്. കമ്പിളിൽ ഓരോ ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കുകയാണ്. വര, കുറി, തോണ്ട്, പാട്, തേള് തലകീഴായി കിടക്കുന്നതും, കുരിശ് തലകീഴായി വെച്ചിരിക്കുന്നതും, പാമ്പ് തലകീഴായി തൂങ്ങിക്കിടക്കുന്നതും, ശരീരം മുഴുവൻ കുത്തി വരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ശരീരത്തിൽ പച്ച കുത്താൻ പാടില്ല, ഇത് നാളെ ഉയർക്കേണ്ട ശരീരമാണ്. ഇത് മാമോദിസയാൽ മുദ്രിതവും പരിശുദ്ധ കൂദാശയാൽ പരിപുഷ്ടവുമായി ശരീരം അശുദ്ധമാക്കാൻ ആർക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. ശരീരത്തിൽ നിങ്ങൾ പച്ച കുത്തരുത്, ആരുടെയും പേര് എഴുതി വെക്കരുത്, ആരുടെ രൂപം കൊത്തിക്കൊണ്ട് നടക്കരുത്, ഒരു ചിത്രം ശരീരത്തിൽ വരയ്ക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഈ തോന്നിയാസി എന്താണ് ചെയ്തിരിക്കുന്നത്? ഉടനെ അവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു, ഫാദർ അദ്ദേഹം കനേഡിയൻ സിറ്റിസണാണ്, അച്ഛൻ സംസാരിക്കാൻ പോകണ്ട, വല്ല കേസും ഉണ്ടായ പിന്നെ അച്ഛന് പുലുപാലാവും, ഞാൻ സംസാരിക്കാം, ജയിലിൽ പോകണമെങ്കിൽ ഞാൻ കടന്നോളാം, അച്ഛൻ നാട്ടിലേക്ക് പോകണ്ടതല്ലേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ചേട്ടൻ ചെന്നു. ആ ചേട്ടൻ ചോദിച്ചു, മിസ്റ്റർ ഇതെന്താണ് ഈ കാണുന്നതെന്ന് ചോദിച്ചു. ഇറ്റ് ഈസ് റോങ്. ഉടനെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇത് റോങ് ആണെന്ന് ആര് പറഞ്ഞ്? അവിടുത്തെ രീതി ഇങ്ങനെയാണ്, നിനക്ക് വിശ്വാസാనికి കൊള്ളാം, നീ വെച്ചോ, എന്നോടത് പറയാൻ നിൽക്കണ്ട, ഞാൻ എൻ്റെ ഇഷ്ടാനുസരിച്ച് ജീവിക്കും. നമ്മുടെ ജോർജ് ചേട്ടൻ വെറുതെ വിടില്ല. ഈ ഭാഗത്തു നിന്ന് അന്ന് കാറ്റീവ്സൊക്കെ പഠിച്ച് വിശ്വാസം പരിശീലിച്ച് നമ്മുടെ നാട്ടുമ്പുറത്ത് അമ്മച്ചിമാരുടെ പരിശീലനം കിട്ടി വളർന്നു പോയ ചേട്ടനാണ്. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, ഇത് തെറ്റാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചു, എവിടെ ദൈവം പറഞ്ഞിരിക്കണമെന്ന് ചോദിച്ചു. ഉടനെ ജോർജ് ചേട്ടൻ ബൈബിൾ എടുത്ത് കാണിച്ചു കൊടുത്തു. ദേ നോക്ക്, ശരീരത്തിൽ പച്ച കുത്താൻ പാടില്ല, നിന്റെ ശരീരത്തെ അശുദ്ധമാക്കരുത്, ദൈവത്തിൻ്റെ ആലയമാണ്, ഒരുപാട് വചനങ്ങളുണ്ട് ശരീരത്തിനെ കുറിച്ച്. അതെല്ലാം 1 by 1 ആയിട്ട് ഈ ജോർജ് ചേട്ടൻ ഇംഗ്ലീഷ് ബൈബിൾ എടുത്തുകൊണ്ട് വായിച്ചങ്ങോട്ട് കേൾപ്പിച്ച്. ഞാനിവിടെ നിൽക്കുകയാണ് സ്റ്റേജിൽ, ഇവിടെ മുമ്പിൽ അംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഈ 24 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ്റെ 2 കണ്ണുകൾ അങ്ങനെ നനഞ്ഞു. പിന്നെ ഈ ചെറുപ്പക്കാരൻ 2 കണ്ണുകളുടെ കണ്ണുനീർ തുള്ളികൾ ധാരധാരി ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം പറയാണ്, ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് വൈകാരികമായി അദ്ദേഹം കരയാണ്. എന്നിട്ട് അദ്ദേഹം അപ്പം തന്നെ ആ ചെവിയിൽ നിന്ന് വളയം അങ്ങോട്ട് ഊരി മാറ്റി, മൂക്കിൽ നിന്ന് വലിയ ആ റിങ് അങ്ങോട്ട് ഊരി മാറ്റി. 1.5 പവൻ വരും മിനിമം. ഫ്രൈസർ അതങ്ങോട്ട് ഊരി മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കാൻ തുടങ്ങി 24 വർഷമായി, നിങ്ങളാണ് ആദ്യമായിട്ട് എന്നോട് ഇത് തെറ്റാണെന്ന് പറയുന്നത്. യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ. എന്നോട് ഇത് തെറ്റാണെന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയുന്നത് നിങ്ങളാണ്. ഐ ആം സോറി, ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാൾ അനുതാപപൂരിതനായി കരയുക. ഇത് സാത്താന് നന്നായിട്ട് അറിയാം. ദൈവവിളിയുള്ള ഒരാൾ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അവിടെ സാത്താൻ്റെ നെറുകം തല തകരുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവനൊരു ദേശത്തെ സഭയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് ആദ്യം തന്നെ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കും. സിസ്റ്റേഴ്സിനോട് നമുക്കൊരു വെറുപ്പ് തോന്നിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുളം കലക്കി പരുന്നിന് കൊടുക്കരുത്. നിസാര ചെറിയ കാര്യങ്ങൾക്ക് സിസ്റ്റേഴ്സുമായിട്ട് വഴക്ക് കൂടിയിട്ട്, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഇടവകയും കോൺവെന്റും തമ്മിൽ വഴക്ക് കൂടി, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സംഘടനകളും കോൺഗ്രിഗേഷൻ തമ്മിൽ വഴക്ക് കൂടി, അങ്ങോട്ടും വഴക്ക് പറഞ്ഞ് ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞ് അങ്ങനെ സ്കാൻഡലുണ്ടായി. അതെല്ലാം കാണുമ്പോൾ എന്താ, ആർക്കാ നേട്ടം? പിശാചിന് വൻ കൊയ്ത്ത്. കാരണം എന്താ, അടുത്ത തലമുറ ആരും സിസ്റ്റർമാരാകാൻ പോവുകയില്ല, അടുത്ത തലമുറ ആരും വൈദികരാകാൻ പോവുകയില്ല, അടുത്ത തലമുറ ആരും ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുകയില്ല. അങ്ങനെ അടുത്ത തലമുറ വൈദികരില്ലാത്ത, സിസ്റ്റേഴ്സ് ഇല്ലാത്ത, ആത്മീയ ശുശ്രൂഷകരില്ലാത്ത ഒരു തലമുറ രൂപപ്പെട്ട എന്താ കുഴപ്പം? ഇത് തെറ്റ്, ഇത് ശരി എന്ന് പറയാൻ ആളുണ്ടായില്ല. ഇതുപോലെ പൗരോഹിത്യവും സമർപ്പിത ജീവിതവും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വിശ്വാസം പരിശീലിപ്പിക്കാൻ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ സമർപ്പിത ജീവിതത്തെയും ദൈവവിളിയെയും പൗരോഹിത്യത്തെയും നശിപ്പിക്കണം എന്നുള്ളത് സാത്താൻ്റെ ആഗ്രഹമാണ്. അതിന് പറ്റിയ തരത്തിലുള്ള സംഭവങ്ങളും കാഴ്ചകളും കേൾവികളും എനിക്ക് നിങ്ങൾക്ക് ചുറ്റും ഞാനും നിങ്ങളും ജീവിച്ച് മരിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ കാണാനും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും ഇട വന്നിരിക്കും. അതിൻ്റെ നടുവിൽ വൈദികരുള്ള സ്നേഹം നിലനിർത്തണം, അതിൻ്റെ നടുവിൽ സിസ്റ്റർമാരുള്ള സ്നേഹം നിലനിർത്തണം. ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ, പത്രസമ്മേളനം വിളിച്ച് പോയൊരു സിസ്റ്ററും പിന്നെ അങ്ങനെ ചെയ്തു പോയൊരു സിസ്റ്ററും ഇങ്ങനെ ചെയ്തൊരു സിസ്റ്ററും ഈ 4-5 സിസ്റ്റർമാരല്ലാതെ ലോകത്ത് സിസ്റ്റർമാരില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ 9,60,000 പേര് സിസ്റ്റർമാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ ചിലപ്പോൾ ചിലർക്ക് ചില സാഹചര്യത്തിൽ പ്രത്യേക അവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാം, തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോകാം, അഭിഷേകം നഷ്ടപ്പെട്ടു പോകാം, വീണ് പോകുന്ന നക്ഷത്രങ്ങളുണ്ടാകാം. അവരല്ല നമ്മുടെ മാതൃക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണെങ്കിൽ എന്തുകൊണ്ട് 2 വിശുദ്ധമായി ജീവിച്ച് 2 വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ചുകൂടാ? നിങ്ങൾക്ക് പരിശുദ്ധ സഭയെക്കുറിച്ചോ ദൈവവിളിയെക്കുറിച്ചോ സംശയം തോന്നുമ്പോൾ ഏതെങ്കിലും 2 വിശുദ്ധന്മാരുടെ ജീവചരിത്രത്തിൽ വായിക്കും. എല്ലാ പൈശാചിക കുന്തനും അവിടെ തകരും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. Lord Jesus. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം
15-ാം അധ്യായം 2 മുതലുള്ള തിരുലിഖിതങ്ങൾ. കർത്താവേ, അങ്ങയെ അറിയുന്നതാണ് അറിവിൻ്റെ പൂർണ്ണത. 2 കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തി ജ്ഞാനത്താൽ നിറയ്ക്കണമേ. സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ദൈവമേ നിറയ്ക്കണമേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിജ്ഞാനത്താൽ നിറച്ചിടണേ, നിറച്ചിടണേ. എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിജ്ഞാനത്താൽ നിറച്ചിടണേ, നിറച്ചിടണേ. നിജ്ഞാനത്താൽ നിറച്ചിടണേ, 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 നിറച്ചിടണേ. ഹല്ലേലൂയ മാറനാഥ. Come, Lord Jesus.